ഇറാനെ ഏത് വിധേനയും ആക്രമിച്ചു നിലം പരിശാക്കണം, ഒരു ഒത്തുതീർപ്പിനും പോകരുത്. ഹമീദി എന്ന ഒരു ഇറാൻ പൗരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ഡൊണാൾഡ് ട്രംപിന് അയച്ച ഒരു വീഡിയോ അതിപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. സമീപകാല പ്രതിഷേധങ്ങളെ തുടർന്ന് ഇറാൻ നടപടികൾ ശക്തമാക്കിയതോടെയാണ് ഹമീദിയുടെ മരണം സംഭവിച്ചത്. കൂടുതൽ അറസ്റ്റുകൾ നടത്തുകയും അതേസമയം കൂടുതൽ ആണവ ചർച്ചകൾക്കായി യുഎസിന് മുന്നിൽ വാതിൽ തുറക്കുകയും ചെയ്ത ഇറാനോട് കടുത്ത അമർഷമാണ് ഈ യുവാവ് രേഖപ്പെടുത്തുന്നത്. ഇറാൻ ഭരണകൂടവുമായി ഒരു കരാറിൽ ഏർപ്പെടരുത് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിക്കുന്ന സോഷ്യൽ മീഡിയ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇറാനിയൻ വ്യക്തി ആത്മഹത്യ ചെയ്തത് എന്നാണ് റിപ്പോർട്ട്. 10 മിനിറ്റ് 44 സെക്കൻഡും ഡ്യൂറേഷനുള്ള ഒരു വീഡിയോ ആണിത്. ഇറാനിയൻ മാധ്യമങ്ങൾ പൗരിയ ഹമീദി എന്ന് തിരിച്ചറിഞ്ഞ ആ വ്യക്തി ഇറാനിലെ പ്രതിഷേധങ്ങൾക്കെതിരെ മാരകമായ അടിച്ചമർത്തൽ എന്ന് താൻ വിളിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. രാജ്യത്തെ പുരോഹിത നേതൃത്വത്തിനെതിരെ വിദേശ ഇടപെടലിന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതാണ് തന്റെ അഭ്യർത്ഥനയുടെ ഉദ്ദേശമെന്നാണ് ഹമീദി പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കാൾ കൂടുതൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെക്കാൾ കൂടുതൽ 40,000-ലധികം ആളുകൾ മരിച്ചു, കൊല്ലപ്പെട്ടു, കൂട്ടക്കൊല ചെയ്യപ്പെട്ടു. ഫെബ്രുവരി 5-ന് തന്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഹമീദി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്റെ സാക്രിഫൈസ് ആണ്, ദയവായി എന്റെ രാജ്യത്തെ സ്വതന്ത്രമാക്കൂ. ഹമീദി തന്റെ വീഡിയോയ്ക്ക് നൽകിയ അടിക്കുറിപ്പ് ഇങ്ങനെ ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. ഹമീദി അമേരിക്കൻ നേതൃത്വത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. ടെഹ്റാനുമായി എന്തെങ്കിലും നയതന്ത്ര കരാർ പിന്തുടരാൻ അവരെ പ്രേരിപ്പിച്ചു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടവുമായുള്ള ഏതൊരു കരാറും മരിച്ച എല്ലാവരെയും ഒറ്റിക്കൊടുക്കുമെന്നാണ് ഹമീദിയുടെ വാക്കുകൾ. അതിനാൽ ദയവായി ഈ ഇടപാട് നിർത്താൻ നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യണം. പ്രതിഷേധം തുടരാൻ യുഎസ് പ്രസിഡന്റ് ട്രംപ് ഇറാനികളോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചുവെന്നും ഹമീദി പറയുന്നു. എന്നാൽ ആയുധധാരികളെ പുരുഷന്മാരുമായി യുദ്ധം ചെയ്യുന്നത് സാധ്യമല്ല എന്നും ബാഹ്യ പിന്തുണയില്ലാതെ ഇറാനികൾക്ക് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്നും അദ്ദേഹം പറയുന്നു. അമേരിക്ക ഇറാനെ ആക്രമിക്കുക എന്നതാണ് ഇപ്പോൾ നമുക്കുള്ള ഏക പ്രതീക്ഷ. ഈ ഭരണകൂടത്തിനെതിരെ നമുക്ക് ഒറ്റയ്ക്ക് പോരാടാൻ സാധിക്കില്ല. നമ്മുടെ ജനങ്ങൾക്ക് വിദേശ ഇടപെടൽ ആവശ്യമാണ്. ഇറാന്റെ നാടുകടത്തപ്പെട്ട രാജകുമാരൻ റസ പഹൽവിക്ക് പിന്തുണ പ്രഖ്യാപിച്ച അദ്ദേഹം ഒരു പരിവർത്തന ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു. ഇറാന് പുറത്തുള്ള വിവിധ പ്രതിപക്ഷ ഗ്രൂപ്പുകളോട് ഒന്നിച്ചു ചേർന്ന് പരസ്പരം പോരടിക്കുന്നത് അവസാനിപ്പിക്കാൻ ഹമീദി ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ആളുകൾ എത്രമാത്രം നിരാശരാണ്. ഞാൻ തന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഇതുപോലൊരു സ്ഥലത്ത് ജനിക്കുന്നത്, ഭാവിയില്ലാതെ പോകുന്നത് എത്ര പരിഹാസ്യമാണെന്നോർത്ത് കരയാൻ പോലും എനിക്ക് കഴിയില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും എൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കൊരു ഭാവി ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. തൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ നിർമ്മിച്ചത് എന്നാണ് ഹമീദി വിശദീകരിക്കുന്നത്. ഇറാനികൾ പരസ്പരം പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോയുടെ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പിന്നീട് പേർഷ്യൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇറാനിലെ ജനങ്ങൾ ഏകാന്തരാണ്, ആരുമില്ല. അതിനാൽ ദയവായി പരസ്പരം പിന്തുണയ്ക്കുക. ഇറാൻ ദീർഘായുസ് നേടട്ടെ. സമീപകാല പ്രതിഷേധങ്ങളെ തുടർന്ന് ഇറാൻ നടപടികൾ ശക്തമാക്കിയതോടെയാണ് ഹമീദി മരിക്കുന്നത്. കൂടുതൽ അറസ്റ്റുകൾ നടത്തുകയും കൂടുതൽ ആണവ ചർച്ചകൾക്കായി വാഷിംഗ്ടനെ ആകർഷിക്കുകയും ചെയ്യുകയാണ് ഇറാനിയൻ യുഎസ് ഉദ്യോഗസ്ഥർ ഒമാനിൽ നടത്തിയ ചർച്ചകളെ ഇരുപക്ഷവും പോസിറ്റീവായി ചിത്രീകരിച്ചതിന് ശേഷമാണ് പ്രധാന പരിഷ്കരണ സഖ്യത്തിന്റെ വക്താവ് ജവാദ് ഇമാമിന്റെ അറസ്റ്റ് ഉണ്ടായത്. ശനിയാഴ്ച സമാധാനത്തിലുള്ള നോബൽ സമ്മാന ജേതാവ് നർഗസ് മുഹമ്മദിക്ക് കൂടുതൽ ജയിൽ ശിക്ഷ വിധിച്ചു. തിങ്കളാഴ്ച പ്രമുഖ വിമതനായ മെഹദി കരൂബിയുടെ മകൻ ഹൊസൈൻ കരൂബിയെ അറസ്റ്റ് ചെയ്തു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നായ പ്രതിഷേധങ്ങളുടെ ഒരു തരംഗത്തെ അടിച്ചമർത്തി ആഴ്ചകൾ കഴിയുമ്പോൾ ടെഹ്റാൻ 2 വഴികളുള്ള സമീപനമാണ് സ്വീകരിച്ചത്. വിമർശകരായി കരുതപ്പെടുന്നവരെ പിടികൂടി ജയിലിലടയ്ക്കുകയാണ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി നയതന്ത്രപരമായ ഒരു തുടക്കത്തിനും അവർ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.